എനിക്ക് ഈ കോഴ്സിനെ പറ്റി പറയാനാണെങ്കിൽ ഞാനിങ്ങനെ വന്ന് നിൽക്കുന്നത് തന്നെ ഈ കോഴ്സ് മുഖേന തന്നെയാണ്. ആദ്യമായിട്ടാണ് സ്റ്റേജിൽ ഇങ്ങനെ നിൽക്കുന്നത് തന്നെ. സ്റ്റേജിൽ ചെറിയ ചെറിയ പ്രോഗ്രാമിലൊക്കെ പാട്ട് പാടി നിൽക്കലുണ്ട്. ഇങ്ങനെ സംസാരിക്കുന്നത് ആദ്യമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ. പിന്നെ അതിനെല്ലാം എനിക്ക് സപ്പോർട്ട് തന്ന എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്. പിന്നെ ആൾ വന്നിട്ടില്ല, ആൾ കച്ചവടത്തിന് തിരക്കാനും വരാൻ പറ്റിയില്ല. പിന്നെ അങ്ങനെ പഠിക്കാൻ ഞാൻ ചോദിച്ചു. ഇപ്പം ഇങ്ങനെ വാട്സപ്പ് വഴി ഇങ്ങനെ അറിഞ്ഞു. അപ്പം ഞാൻ ഇങ്ങനെ പഠിക്കാൻ താല്പര്യമുണ്ട്, അപ്പം നീ പഠിച്ചോളാൻ പറഞ്ഞു. അപ്പം ഞാൻ പറയുന്നത് കോട്ടയ്ക്കൽ വെച്ചാണ് എൻ്റെ കോൺവെക്കേഷന് വന്നത്. അപ്പം എനിക്ക് പോകേണ്ട വരുമെന്ന് പറയുമ്പോൾ നീ പോയിക്കോ, അത് കുഴപ്പമില്ല എന്നല്ല. അതിന് സപ്പോർട്ട് തന്നത് ഹസ്ബൻഡാണ്. പിന്നെ എൻ്റെ പാരൻസ് അറിയണത് എക്സാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ പഠിക്കുന്നുണ്ടെന്ന് അവരറിഞ്ഞത് തന്നെ. ആരോടും ഞാൻ പറഞ്ഞില്ലായിരുന്നു. പിന്നെ ഇതിനിടയ്ക്ക് വേറൊരു കോഴ്സ് കൂടെ ചേർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടും കൂടെ മുന്നോട്ട് പോകുമെന്ന് എനിക്ക് പേടിയായിരുന്നു. പക്ഷെ അത് കുഴപ്പമുണ്ടായില്ല. അതിനും പാസ്സായി, ഇതിനും പാസ്സായി എന്നാണ് പറഞ്ഞത്. കുഴപ്പമൊന്നും ഉണ്ടായില്ല. പിന്നെ എനിക്ക് വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഷൗട്ട് ചെയ്യുന്ന ഒരാളായിരുന്നു മക്കളോട്. പിന്നെ അതിൽ നിന്നൊക്കെ എനിക്ക് മാറാൻ സാധിച്ചത് ഈ കോഴ്സ് വഴിയാണ്. പിന്നെ ഭയങ്കര ക്ഷമ എനിക്ക് കിട്ടി ഈ കോഴ്സ് വഴി തന്നെ. മക്കളോടാണെങ്കിൽ 4 മക്കളാണ്. അതിൽ മൂത്ത കുട്ടി ഡിസബിലിറ്റി ആയിട്ടുള്ള കുട്ടിയാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ എനിക്ക് മാറാൻ സാധിച്ചത് ഈ കോഴ്സ് മുഖേന തന്നെയാണെന്നാണ് ഞാൻ പറയണത്. പിന്നെ പ്രത്യേകിച്ച് പറയാനാണെങ്കിൽ ഷാഹിദാമാനിൽ എപ്പോൾ വിളിച്ചാലും എനിക്ക് തിരിച്ച് തരലുമുണ്ട്. എന്ത് ഡൗട്ട് ചോദിച്ചാലും പറയലെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ വരാൻ പറ്റിയത് തന്നെ വലിയൊരു ഭാഗ്യം തന്നെയായിട്ട് ഞാൻ കണക്ക് കൂട്ടണത്. ഇനിയും ഒരുപാട് ബാച്ചുകളായിട്ട് ഇങ്ങനെയും മുന്നോട്ട് പോട്ടെ എന്നും ഷൗട്ടേഴ്സ് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥ പ്രാർത്ഥിക്കുകയാണ്. സാറിനും ഷാഹിദ മാമിനും കുടുംബത്തിനും 1000 ആയുസ്സും ആരോഗ്യവും പഠിച്ചും കൊടുക്കട്ടെ എന്നും കൂടി പ്രാർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും.